അനീഫൊക്കെ നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു മമ്മൂക്ക. അത് കരയുന്നത് മുഴുക്കെ അവസാനം വളരെ വഷളാകുന്നത് വരെ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്നും ഇങ്ങനെയുള്ള സീരിയസ് ആണെന്നൊന്നും ആരോടും പറഞ്ഞില്ല. ആ ഒതുക്കി വെച്ച് അവസാന നാളുകളിൽ രക്ഷപ്പെടാൻ പറ്റില്ല അതും പറഞ്ഞിട്ടായിരുന്നു മമ്മൂക്ക കരഞ്ഞു. അതൊക്കെ വളരെ കരളലിയിക്കുന്ന കാഴ്ചകളായിരുന്നു. ഒരു സഹപ്രവർത്തകൻ മരിച്ചിട്ട് വാവിട്ട് കരയുന്നു, വഴക്ക് പറഞ്ഞുകൊണ്ട് കരയുന്നു. പിന്നൊന്ന് എൻ്റെ അടുത്തെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ, ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിച്ചേനെ. ഇവര് എന്തുകൊണ്ട് സഹോദരന്മാരായിട്ട് ജനിച്ചില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്രമാത്രം സ്നേഹം മമ്മൂക്കയ്ക്ക് അനീഫിക്കയുടെ ഉണ്ട്. അനീഫിക്ക അതിൻ്റെ എത്രയോ ഇരട്ടി സ്നേഹം പ്രകടിപ്പിക്കുന്ന, മറ്റേ അങ്ങനെ പ്രകടിപ്പിക്കുന്ന ആളാണ്. അനീഫിക്ക നമ്മളെ വിട്ടുപിരിഞ്ഞപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു മമ്മൂക്ക. അത് കരയുന്നത് മുഴുക്കെ അവസാനം വളരെ വഷളാകുന്നത് വരെ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അസുഖമുണ്ടെന്നും ഇങ്ങനെയുള്ള സീരിയസ് ആണെന്നൊന്നും ആരോടും പറഞ്ഞില്ല. ആ ഒതുക്കി വെച്ച് അവസാന നാളുകളിൽ രക്ഷപ്പെടാൻ പറ്റില്ല അതും പറഞ്ഞിട്ടായിരുന്നു മമ്മൂക്ക കരഞ്ഞു. അതൊക്കെ വളരെ കരളലിയിക്കുന്ന കാഴ്ചകളായിരുന്നു. ഒരു സഹപ്രവർത്തകൻ മരിച്ചിട്ട് വാവിട്ട് കരയുന്നു, വഴക്ക് പറഞ്ഞുകൊണ്ട് കരയുന്നു. പിന്നൊന്ന് എൻ്റെ അടുത്തെങ്കിലും ഒന്ന് പറയാമായിരുന്നില്ലേ, ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിച്ചേനെ. ഇവര് എന്തുകൊണ്ട് സഹോദരന്മാരായിട്ട് ജനിച്ചില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത്രമാത്രം സ്നേഹം മമ്മൂക്കയ്ക്ക് അനീഫിക്കയുടെ ഉണ്ട്. അനീഫിക്ക അതിൻ്റെ എത്രയോ ഇരട്ടി സ്നേഹം പ്രകടിപ്പിക്കുന്ന, മറ്റേ അങ്ങനെ പ്രകടിപ്പിക്കുന്ന ആളാണ്.